Okay, Fibin, now tell me about yourself. Good morning, sir. Myself, Fatima Fibin. I'm coming from Calicut. I completed my education. ഹലോ മലയാളീസ്, നമ്മുടെ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസ് ചെയ്യുന്നത് ഇന്റർവ്യൂ ആണല്ലേ. ഇന്റർവ്യൂവിൽ നമ്മളോട് ആദ്യം ചോദിക്കുക ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഓർ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും. അപ്പൊ ഈ ചോദ്യത്തിന് എങ്ങനെ ഇംഗ്ലീഷിൽ ഞാൻ മറുപടി പറയാം, ഇതായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് എല്ലാം തിരുത്തിയിട്ട് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ ഒരു ഗുഡ് ഈവനിങ് സാർ എന്ന് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു എന്ന് പറയണം. അതെങ്ങനെയാണ് നമ്മൾ പറയാം? താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഓക്കെ, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്തു, അതിനുശേഷം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് ചെയ്തു. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളുടെ പേര് പറയും, അതേപോലെ തന്നെ നമ്മൾ വരുന്ന സ്ഥലവും പറയും അല്ലേ. അപ്പൊ നമ്മൾ പേര് പറയുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കാണ് മൈസെൽഫ് ഫാത്തിമ ഫിബിൻ എന്ന് പറയും. അത് റോങ് യൂസേജ് ആണ്, അതൊരിക്കലും പറയരുത്. നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഐ ആം ഫാത്തിമ ഫിബിൻ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ നെയിം ഇസ് ഫാത്തിമ ഫിബിൻ എന്ന് പറയാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ സെൽഫ് ഫാത്തിമ ഫിബിൻ എന്ന് പറയുന്നത് റോങ് യൂസേജ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്ന സ്ഥലം അല്ലെ, പ്ലേസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് പൊതുവെ എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് ഐ എം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത്. ഐ എം കമ്മിങ് ഫ്രം ഡൽഹി, ഐ എം കമ്മിങ് ഫ്രം കാലിക്കറ്റ്. ഇത് റോങ് യൂസേജ് ആണ്. ഇതെങ്ങനെയാണ് റോങ് യൂസേജ് ആവുന്നത്? ഐ എം കമ്മിങ് ഫ്രം എന്ന് യൂസ് ചെയ്യുക നമ്മൾ തൊട്ട് മുമ്പായിട്ട് ടോയ്ലറ്റിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഐ എം കമ്മിങ് ഫ്രം ടോയ്ലറ്റ്, ഐ എം കമ്മിങ് ഫ്രം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ജനിച്ച സ്ഥലം പറയുന്ന സമയത്ത് ഐ കം ഫ്രം ഡൽഹി അല്ലെങ്കിൽ ഐ കം ഫ്രം കാലിക്കറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പേരും പറഞ്ഞു, സ്ഥലവും പറഞ്ഞു. ഇനി ഞാൻ ഈ ജോബിന് ആപ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയും. ഇതെങ്ങനെയാണ് പറയാ? ഞാൻ റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് BEd ആണ് എന്ന് നമ്മൾ പറയണം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഹാവ് റീസെന്റ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഞാൻ റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ് BEd ആണ് അല്ലെ, ഗ്രാജുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആണ്. എന്നിട്ട് ഏത് യൂണിവേഴ്സിറ്റി എന്നാണെന്നും പറയണം. ഓക്കെ, ഐ ഹാവ് റീസെന്റ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മുടെ എഡ്യൂക്കേഷൻ പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ടീച്ചിങ് ഫീൽഡിൽ 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സ്കൂളുകളിലും മറ്റു ഡിഫറെൻറ്റ് ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാ പറയാ? ഒന്ന് പറഞ്ഞു നോക്കാം. I have 3 years of experience in teaching field, having worked in schools as well as on different online teaching platform. Okay, എനിക്ക് സ്കൂളിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അടുത്തതായിട്ട് പറയുന്നത് സ്ട്രെങ്ത് ആണ്. ഈ സ്ട്രെങ്ത് എന്തിനാ പറയുന്നത്? നമ്മൾ ഈ ഒരു ജോബിന് ആപ്റ്റ് ആണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആളെ ഞാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത് പറയുന്നത്. അപ്പോൾ സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി റെസ്യൂമേൽ എഴുതിയിട്ടുണ്ടാവും എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇന്ന സ്കില്ലുണ്ട് നോക്കാം. ആ ഒരു സംഭവമാണ് നമ്മളിവിടെ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? ഐ എം വെരി കോൺഫിഡൻറ്റ് ഇൻ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഇൻ മൈ എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തെ പറ്റി ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്, ഞാൻ ചെറിയൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്, എനിക്കിവിടെ വർക്ക് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് എന്ന് പറയുന്ന സെൻറ്റൻസ് ആയിരിക്കണം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാ പറയാ? I have learned about your school and its system and I'm very interested in the opportunity to work as a teacher in this school എന്ന് വേണം പറയാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹോബീസ് ആണ് പറയുന്നത്. ഈ ഹോബീസ് പറയുന്ന സമയത്ത് പൊതുവേ എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്കാണ് ഹോബീസ്, മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ടൊരു 2-3 സാധനങ്ങൾ പറയും. ഇത് വളരെ മോശമാണ്. നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് വേണം നമ്മൾ ഹോബീസ് പറയാൻ. അതെങ്ങനെയാ പറയാ? അപ്പാർട്ട് ഫ്രം ടീച്ചിങ് ഐ ലവ് റീഡിങ് ബുക്സ്, എക്സ്പ്ലോറിങ് ന്യൂ പ്ലേസസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം.
അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്തു, അതിനുശേഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് ചെയ്തു, പിന്നെ നമ്മളുടെ പേര് പറഞ്ഞു, നമ്മൾ വരുന്ന സ്ഥലം പറഞ്ഞു, നമ്മളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, നമ്മളെ എക്സ്പീരിയൻസ്, എൻ്റെ സ്ട്രെങ്ത്ത്, ആ സ്കൂളിനെ പറ്റി എനിക്കുള്ള ഐഡിയ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മളെ ഹോബീസ് അടക്കം പറഞ്ഞു. ഇനി അവസാനമായിട്ട് സാറിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇതെങ്ങനെയാണ് ചോദിക്കുക? That's all about me, sir. I would be happy to answer any further questions. Thank you, sir. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ? Okay, Fibin, now tell me about yourself. Good morning, sir. First of all, thank you for giving me the opportunity to introduce myself. My name is Fatima Fibin and I'm from Calicut. I have recently completed my graduation in education from Calicut University. I also have 3 years of experience in teaching field, having worked in schools as well as on different online teaching platforms. Talking about my strength, I'm very confident in my communication skill and in my effective teaching methods. I learned about your schools and its system, and I'm very interested in the opportunity to work as a teacher in the schools. Talking about my hobbies, apart from teaching, I love reading books and exploring new places. So that's all about me, sir. I would be happy to answer any further questions. Thank you, sir. ഇതിൻ്റെ കൂടെ ഇനി കോൺഫിഡൻസ് കൂടെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത ഇൻ്റർവ്യൂ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.